ഹായ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അമ്മ രാവിലെ തന്നെ നമ്മുടെ അടുക്കളയ്ക്ക് കയറിയേക്കാണ്, ജോലി തുടങ്ങുകയാണ്. പിന്നെ എന്താ പറയുക, കയ്യിന് ഒരു മുറിയായിട്ടുണ്ട്. പച്ചക്കറി അരിഞ്ഞപ്പോൾ തട്ടിയതാണ് ഈ നടുവിരലിൻ്റെ ഇവിടെ. ഭയങ്കര നീറ്റലാണ്, വെള്ളമായാലും അതുപോലെ പാത്രം കഴുകുമ്പോഴും വെണ്ണീർ കയ്യുമായാലും ഒക്കെ ഭയങ്കര ഇടങ്ങേറാണ്. പിന്നെ ഞാൻ ഈ അടുപ്പത്ത് ആണല്ലോ കുക്ക് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, പിന്നെ വെണ്ണീരിട്ടിട്ടും കരിയിട്ടിട്ടൊക്കെയാണ് ചെമ്പ് കഴുകുക, അലുമിനിയൻ്റെ ചെമ്പ് കഴുകുക. അപ്പോൾ കയ്യുമ്മ വെണ്ണീറായാൽ നീറും, മുറിവിലായാൽ. പക്ഷേ ഇടത്തെ കൈയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വലത്തെ കൈയാണെങ്കിൽ നമ്മൾ പെട്ടുപോയിരുന്നു. ഇടത്തെ കൈ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ പാത്രം കഴുകുമ്പോഴും എൻ്റെ ഇടത് കയ്യുമ്മയൊക്കെ വെണ്ണീറും കരിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഭയങ്കര നീറ്റലാണ്. അപ്പോൾ ഇന്ന് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാം, ഇന്ന് കലത്തിൻ്റെ ഉള്ളിൽ മാത്രം കഴുകിയിട്ട് അങ്ങനെയാണ് ചോറ് വെക്കണത്. കാരണം പുറം കഴുകാൻ വയ്യ, കൈ മുറിയായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മോറാത്ത കലത്തിൽ ചോറ് വെക്കണതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കൈമ മുറിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കഴുകാതിരിക്കല്ല. മിനിഞ്ഞാന്ന് കയ്യുമ്മ മുറിവായിട്ടുണ്ട്, ഇന്നലെയും കഴുകിയിട്ടില്ല. ഇന്നും കൂടെ വെക്കട്ടെ, ഇന്നും കൂടെ കഴുകൂല. നാളെ ഞാൻ ശരിക്കും വൃത്തിയായിട്ട് കഴുകും. അപ്പം തന്നെ കൈ ഉണങ്ങും കേട്ടോ, മാറും. ഇപ്പം തന്നെ വാട്ടമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ വെണ്ണീരിൻ്റെയും ഒക്കെ സോപ്പിൻ്റെ ഒക്കെ ആയാൽ മുറിവ് വല്ലതും ആയാലോ എനിക്ക് ഭയങ്കര പേടിയാണ്. കയ്യുമ്പോൾ കാലുമ്പൊക്കെ വല്ല മുറിവൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചോറ് വെക്കാൻ കഴുകാത്ത കലം എന്ന് പറഞ്ഞത്. കഴുകാത്ത കലം എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ലോണം കഴുകിക്കണ്, വരച്ച് കഴുകിക്കണ്. പക്ഷേ പുറത്താണ് ഈ കരി ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടുപ്പത്ത് ഇങ്ങനെ നല്ലോണം കത്തിച്ച് വെക്കുമ്പോൾ എന്തായാലും കരി ആവും, എത്ര കഴുകിയാലും. അപ്പോൾ എന്താണെന്നറിയോ, പിന്നെ നമ്മൾ ഈ റൈസ് കുക്കറിൽ അല്ലാത്ത കുക്കറിലൊക്കെ ചോറ് വെക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ശരിക്കും നല്ലൊരു ഇതിലായിട്ട് കിട്ടൂല. അടുപ്പത്ത് കത്തി തിളച്ച് വേവുകയാണെങ്കിൽ അത് തന്നെയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നല്ല ചോറായി കിട്ടുക അടുപ്പത്ത് കത്തി തിളച്ച് വേവണം. അപ്പം അതിനാണ് ഞാൻ അടുപ്പത്ത് തന്നെ വെക്കണത്. പിന്നെ ഇത് ഇന്ന് വെക്കണത് അരി എന്താ വെച്ചാൽ നല്ല വേവുള്ള അരിയാണ്. ഈ അരിയാണ് കേട്ടോ, പിന്നെ നല്ല വേവുള്ള അരിയാണ്. അപ്പം എന്തായാലും നമ്മൾ അടുപ്പത്ത് കത്തി തിളച്ച് വെക്കണീന് എന്തായാലും ഒക്കൂല. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ചോറ് വെക്കണ അരി. കാരണം ഇത് നല്ല വേവുള്ള അരിയാണ്. എങ്ങനെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തായാലും വേണ്ടി വരും കത്തി താഴ്ച വേണമെങ്കിൽ. കുറച്ച് അത്യാവശ്യം വിലയുള്ള അരിയാണ്. ഞങ്ങൾക്ക് വിസ്തരി സക്കാത്തിൻ്റെ അരി കിട്ടിയതാണ് കേട്ടോ. നല്ല വെന്താ നല്ല ചോറും ആവും കേട്ടോ. റേഷൻ അരിൻ്റെ പോലെയല്ല, ഒട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റിയൊക്കെ ആരട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിരലിൻ്റെ മുറിയായതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാണ്. നമുക്ക് എന്താ പറയുക, ഒരു കുഞ്ഞു വിരലാണെങ്കിലും നമ്മളത് മുടങ്ങിയാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് എത്രയാണല്ലേ. ഇപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു കൈയും കാലും ഒക്കെ ഇല്ലാത്ത ആൾക്കാർ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അല്ലേ അവരൊക്കെ ഒരു ജീവിതം. എല്ലാം ഉണ്ടായിട്ട് തന്നെ നമ്മളൊക്കെ ഒന്നും ജീവിക്കാൻ കഴിയണില്ല. കൈയും കാലും എല്ലാം ഉണ്ടായിട്ട് പിന്നെ അതൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ എന്താ. പിന്നെ ഇന്ന് കുറച്ച് കൂൺ കിട്ടിയിരിക്കണ്, കുറച്ച് പറഞ്ഞാൽ ഒരു 6-7 കൂന് കിട്ടിയിരിക്കണ്. എന്താണെന്നറിയില്ല, ഈ ഒരു കാലത്ത് കൂനൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് കറി ഉണ്ടാക്കണത് കേട്ടോ. അപ്പം ഞാൻ കൂനുകൊണ്ട് പിന്നെ കറി ഉണ്ടാക്കാനാണ്. കൂനിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നറിയോ, കൂന് നുറുക്കിയിട്ട് അതിൽ അരപ്പ്, മല്ലി, മുളക് അങ്ങനെയുള്ള ഒന്നും വല്ലാതെ ഇടരുത്, മസാല ഉണ്ടാകരുത്, അല്ലാതെ ഉണ്ടാക്കണം. അപ്പോഴുള്ളൂ കൂനിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാകുക. അപ്പം അങ്ങനെയാണ് കൂൺ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം കൂന് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നന്നാക്കൊക്കെ ചെയ്തിട്ടുണ്ട്, കാരണം കുറച്ചുള്ളൂ, ആകെ ഒരു 6-7 മുട്ടുള്ളൂ. അപ്പോൾ ഈ ചോറ് പോകുമ്പത്തിന് കൂന് റെഡിയാക്കട്ടെ കേട്ടോ. വേഗം ചോറ് ഊറ്റട്ടെ. ചോറ് ഊറ്റിയിട്ട് ഇപ്പം ഇത് കുറച്ചായി തീമട്ടിട്ട് 1.5 മണിക്കൂറായി വേകാനായിക്കണം. അപ്പം അത് ഊറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ അങ്ങനെ കൂനുണ്ടാക്കുന്നത് പറഞ്ഞുതരാം. അങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും, ടേസ്റ്റാണ്. അരി വെന്തു, അരി ഊറ്റിയാണ്. അരി ഊറ്റി കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈവിരലിൽ മുറിവായാൽ നമുക്ക് പാത്രം കഴുകാനും ഒന്നിനും എന്താ പറയുക കഴിയില്ല. ചെറിയൊരു മുറിവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ അതിൻ്റെയൊക്കെ ഒരു നീറ്റൽ. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവായാലല്ലേ. അപ്പോൾ കൂന് ഞാൻ പിന്നെ മഞ്ഞളും ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്, നല്ലോണം വൃത്തിയാക്കി നന്നാക്കിയിട്ട്. അപ്പോൾ നല്ലോണം വിരിഞ്ഞ കൂനേന്നു. ഈ ടൈമിലൊക്കെ എന്താ കൂനുണ്ടാവണമെന്ന് എനിക്കറിയാം, നല്ലോണം വിരിഞ്ഞിരുന്നു. പക്ഷെ കേടൊന്നും ആയിട്ടില്ല കേട്ടോ, നല്ല ശരിക്കുള്ള കൂന് തന്നെയാണ്. അപ്പോൾ കുറേ ദിവസമായി കൂണ്, കഴിഞ്ഞ വർഷം കഴിച്ചതാണ്. അപ്പോൾ ഏതായാലും ചെറിയൊരു കറിക്ക് കിട്ടി.
ഇന്നാളൊരു ദിവസം ഇതേപോലെ കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് കിട്ടിയ ഞാൻ നാളികേരം വറുത്തരച്ചാണ് കറി ഉണ്ടാക്കി കേട്ടോ, ചാറ് പോലെ. ഇന്ന് ഇത് നാടൻ രീതിയിലുള്ള വെപ്പാണ്. ഇനി പച്ചമുളക് ഒക്കെ നമുക്ക് ഉള്ളതുകൊണ്ടേ പച്ചമുളക് പറിച്ചോണ്ടിട്ട് കേട്ടോ. അപ്പം ഞാൻ കൂന് നന്നാക്കി വെച്ചിട്ട് മഞ്ഞളും ഉപ്പും വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിക്കൊരു 3-4 പച്ചമുളക് കിട്ടണം. അപ്പം നമ്മളെ മരത്തുമ്പോൾ തന്നെ അങ്ങോട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ പച്ചമുളക്. കടയിൽ നിന്ന് വാങ്ങിയ മുളകിലേറെ ടേസ്റ്റ് ഉണ്ടാകുക നമ്മളിവിടെ ഉണ്ടായ മുളക് ഇട്ടാലേക്കാരം. നല്ല എരിവുണ്ട് മുളക്. അപ്പോൾ ഞാൻ പച്ചമുളക് കീറി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ടാണ് കൂനുണ്ടാക്കണത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു ടേസ്റ്റ് ആവും. നമ്മളതിൽ നാളികേരമൊക്കെ വറുത്തരച്ച് പിന്നെ പെരുംജീരകമൊക്കെ ഇട്ട് അങ്ങനെ വെക്കാം. അപ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കൂനിന്. ഇങ്ങനെ വെച്ചാൽ വെറും കൂനിൻ്റെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. കണ്ടോ? അപ്പോൾ ഞാൻ ആ പച്ചമുളകൊക്കെ അതിൽ കീറിയിട്ട് മുളകും പൊടി ഇട്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് അടുപ്പത്ത് അങ്ങോട്ട് വെക്കും. അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, പിന്നെ നമ്മൾ തീ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് അതങ്ങനെ വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റേക്കാരം ഇങ്ങനെ കൂനിട്ടോ. എന്നിട്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം അത് അടുപ്പത്ത് വെച്ചു. ഇത് വേകട്ടെ. കത്തി തിളച്ചങ്ങോട്ട് വെന്ത്. കഞ്ഞിവെള്ളം ഞാൻ കളയലില്ല. നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം കുടിക്കൊന്നുമില്ല. എന്നാലും കഞ്ഞിവെള്ളം കളയുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറാണ്. ലാസ്റ്റ് ആർക്കും വേണ്ടെങ്കിലേ കളയുള്ളൂ. ചിലപ്പോൾ കുഞ്ഞാണിയാക്കാക്ക് കഞ്ഞിവെള്ളം കുറച്ച് ഉപ്പിട്ട് ഞാൻ കൊടുക്കും കേട്ടോ. കഞ്ഞിവെള്ളം nല്ലതാണ്. പ്രഷർ ഇല്ലാത്തവർക്കൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതാ ഇത് തന്നെയാണ് നമ്മളെ കൂൺകറി. ഇനി കുറച്ച് ചക്ക ഇട്ടിരിക്കണേ, ഒരു ചക്ക ഇട്ടിരിക്കണം. അപ്പോൾ അത് പഴുക്കും. അപ്പോൾ അത് കൊത്തി പറിച്ചങ്ങാണ്ട് അത് ഞാൻ എടുത്ത് വെക്കാനുണ്ട്. ചക്ക കൂട്ടാൻ വെക്കാമല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞാലും, അല്ലെങ്കിൽ അത് പുളിച്ച് പഴുത്ത് പോകും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയോ ചക്ക പുളിക്കാതിരിക്കാനും പഴുക്കാതിരിക്കാനുള്ള വഴി എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോളിട്ടോ. അപ്പം ഇനി കുറച്ച് പച്ചക്കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ചോർക്ക് ഈ ഒരു കൂട്ടാൻ മാത്രം മതി കേട്ടോ. സൂപ്പറാവും. അപ്പോൾ കൂൺകറിയും ചോറും ഒക്കെ ആയി. ഇന്നിപ്പോൾ ആ കൂൺകറിയും പിന്നെ ഒരു തോരനും ഉണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഇന്നത്തെ ചോറിന് കൂട്ടാൻ അറിയുന്നത്. അപ്പോൾ അപ്പോഴാണ് കുറച്ച് ചക്ക കിട്ടിയത്. അപ്പോൾ ഇത് കൊത്തി പറിച്ച് അപ്പോൾ നാളേക്കൊക്കെ എന്തായാലും പുളിക്കും ചക്ക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നല്ല മൂത്ത ചക്ക കിട്ടുമ്പോൾ അപ്പോൾ അത് മുറിക്കാതെ വെച്ചാൽ അത് പഴുക്കും. പഴുത്താൽ പിന്നെ നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അല്ലേ, പഴുത്ത് തിന്നാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ തേൻവരിക്ക ചക്കയാണ്. അപ്പോൾ കൂട്ടാൻ വെച്ചാൽ രസമാണ്, പഴുത്താലൊക്കെ രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് എന്താ കാട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സൂത്രം ചെയ്ത് വെച്ചാൽ ഇത് പഴുക്കൂല. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൂട്ടാൻ വെക്കണമെങ്കിൽ അപ്പം പറ്റും. നാളേക്കൊക്കെ തന്നെ അപ്പം അത് പുളിച്ചങ്ങാണ്ട് മധുരം വെക്കും. പിന്നെ കൂട്ടാൻ വെക്കാൻ പറ്റൂല. ചെറിയൊരു പുളി മധുരമൊക്കെ കൂട്ടാൻ രസമാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ അത് കൊത്തി പറിച്ച് ചോളയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഒരു സൂത്രം ചെയ്യുക പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതും കൂടിയും കാണിച്ചു തരാം കേട്ടോ. അതും കൂടി ഒന്ന് കാണണം കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെ ചക്കയ്ക്ക് ഞാനിതാ കൊത്തി പറിച്ച് ചോള പറിച്ച് ശരിയാക്കി. എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്ട് എടുക്കും ഞാൻ. കണ്ടോ, ഇങ്ങനെ ഒരു കവർ എടുത്തിട്ട് ഈ ചക്ക മുഴുവനും ഈ കവർക്ക് അങ്ങോട്ട് വെക്കട്ടോ. നല്ല മൂത്ത ചക്കയാണേ, എന്തായാലും ഇത് പൊളിച്ച് കേടുവരും. അപ്പോൾ അങ്ങനെ ഒരു കവർ എടുക്കുക. ഒരു കവർക്ക് ചക്ക മുഴുവനും എടുത്തേക്കുക. ചക്കച്ചോള. അപ്പം ഉണ്ടല്ലോ, നമ്മൾ ചക്ക ചുള പറിക്കുമ്പോൾ ഇതുമത്തെ ചവണിയൊക്കെ ഉണ്ടല്ലോ, ഈ ചവണി ഇതൊന്നും കളയരുത് കേട്ടോ. ഇതൊന്നും കളയാതെ മടലുമൊന്നും മെല്ലെ ചക്കമ്മ മുറിയാവാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു കവർക്ക് അങ്ങോട്ട് വെക്കാം. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാലും നമുക്ക് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ കേടുവരില്ല. ഫ്രിഡ്ജിലാണ് നമ്മൾ വെക്കണത്. പുറത്തുവെച്ചാൽ പഴുക്കൂട്ടോ, പുറത്തുവെക്കരുതേ. ചക്കക്കാലൊക്കെ കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കാട്ടല്. ലാസ്റ്റ് ചക്കയൊക്കെ കിട്ടുക വെച്ചാൽ ഞാനത് 2 മാസം 3 മാസമൊക്കെ ഞാൻ ആ ഫ്രിഡ്ജിൽ വെക്കും. കാരണം 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരട്ടം കൂടി വെക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും ഞാൻ. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ഈ കവറിലിട്ടു. അപ്പം നമ്മൾ ചക്ക എത്തി പറിച്ചെടുക്കുമ്പോൾ ചക്കമ്മ മുറി തന്നെ ആകരുത്. ചക്കമ്മ മുറിയായാൽ കഴിഞ്ഞു കഥ. ചക്കമ്മ മുറിയായാൽ പിന്നെ അവിടെ ഒരു മഞ്ഞ കളറും വരും. എത്ര നല്ല ചക്കയായാലും മുറിയാവാത്ത ചക്കച്ചോള മാത്രം എടുക്കാം. മുറിയായത് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ,
മുറിയായത് ഉദ്ദേശിക്കണത് ചക്ക ഇങ്ങനെ പൊളിഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ റബ്ബേ, പൊളിഞ്ഞൊരു ചക്കച്ചുള. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കിട്ടും. അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ ചക്ക ഉണ്ടല്ലോ, ഇത് മുകളിൽ വെക്കണം. ഇത് 2 ദിവസം കൊണ്ട് എടുക്കണം, അല്ലെങ്കിൽ എന്താ അവിടെ ഒരു കളർ മാറ്റം വരും. കളർ മാറ്റം വന്നാൽ പിന്നെ കൂട്ടാൻ വെച്ചാലേ ഒരു ടേസ്റ്റ് കുറവാണ്. ഇതാ മുറിവായതൊക്കെ ഞാൻ അവിടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, ചക്കക്ക് കേടുന്നത്. വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറും കൂട്ടാനൊന്നും വേണ്ട കേട്ടോ. നമ്മള് ഇതാണ് നമ്മളെ ഊർജം എന്ന് അറിയുന്നത്. ഈ ഒരു സാധനം കഴിച്ച് 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 നമ്മളൊരു പരിപാടിക്കണം. ഇതാകണോ ഇങ്ങനെയൊക്കെ ഇട്ടുക. ഇതിങ്ങനെ കീസിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെതാ ഇതിക്ക് വെള്ളമാവാത്ത രീതിയിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു വിയർപ്പ് വരുമല്ലോ. ഇങ്ങനെ കെട്ടിയിട്ട് ഇനി ഇത് വേറൊരു കൂട്ടിലും കൂടി ഇടുക. എന്നിട്ട് ഒന്നും കൂടെ കെട്ടുക. എന്നിട്ട് നമ്മളെ ഫ്രിഡ്ജിൽ നല്ലോണം തണുപ്പിലിടൊന്നും വേണ്ട, 1 2 ഇട്ടാൽ മതി. നമ്മൾ പച്ചക്കറിക്കുള്ള തണുപ്പൊക്കെ മതി. എന്നിട്ട് ഇതാണ്ട് എടുത്ത് വെച്ചോക്കോണ്ടി 2 മാസം കഴിഞ്ഞാലും ഒരു കേടുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഈ കേടെന്ന് വെച്ചോളൂ. ഞാൻ ഇതിപ്പോ 1 മാസത്തിന് 2 മാസത്തിനൊന്നും നല്ല എടുത്തേക്കണേ. ഞാൻ ഇപ്പൊ നാളെ മറ്റന്നാളൊക്കെ തന്നെ ഞാൻ അത് കൂട്ടാണ്ടാക്കും കേട്ടോ. അത് വേറെ കാര്യം. എനിക്ക് 3 പ്രാവശ്യം കൂട്ടാണ്ടാക്കാനുള്ളത് ഉണ്ട്. ഞാൻ ഊഞ്ഞാണിയാക്കി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ അറിയണ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലെ കാണിച്ചെങ്കിൽ ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ തോന്നുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ ഔത്തിരുന്നാണ്ട് ഉള്ള വീഡിയോ ആണ്, പുറത്തേക്കൊന്നും ഇറങ്ങി പോകണ്ട അല്ലേ. എന്നാലും നമുക്ക് കുറ്റാണ്. ചിലര് കമൻറ്റ് കണ്ടാൽ റബ്ബേ, ബാഡ് കമൻറ്റ് കണ്ടാൽ തല കറങ്ങിപ്പോവും. ഞാനൊക്കെ ആരോട് എന്ത് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വടക്കിണിയിൽ ഇരുന്ന് കണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പിന്നെ അവിടെ ഇവിടെയും പോയിങ്ങാണ്ടോ ഒന്നും പോയിട്ടല്ല, നമ്മളെ പേരിലിരുന്ന് ചെയ്യാതെ നമ്മളെ ഫോണിലിടുക. എന്നാലും നമുക്ക് ശത്രുക്കളാണ്. ഓരോരോ കമൻറ്റ് കണ്ടാൽ ഇപ്പൊ ബാഡ് കമൻറ്റ് ഇടാനായിട്ട് ഒരാളുണ്ട്. റബ്ബേ, ആ ഒരു കമൻറ്റിന് ഞാൻ ദുആ ചെയ്യണ ഇങ്ങനെയുള്ളൊരു ചിഹ്നമാണ് വിട്ടുകൊടുക്കണതിനൊക്കെ. ഇങ്ങനെയുള്ളൊരു ചിഹ്നം ആ വിടുന്ന ആളും അള്ളാഹുമായിട്ട് ആയിക്കോളും. നമ്മളതിനൊന്നും മറുപടി പറയാൻ ആളല്ല അല്ലേ. അപ്പൊ എന്നാലേ അതേ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ളവരൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ലൈക്ക് തരിക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യട്ടെ. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വരട്ടെ. ടാറ്റാ, ബൈ ബൈ.